ഇന്ത്യയിലെ നയാഗ്ര വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാണാനാണ് ഇന്നത്തെ യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഹൊഗനക്കൽ വാട്ടർഫാൾസ്. ബാംഗ്ലൂർ സേലം റൂട്ടിൽ അതിബെല്ലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് ഹൊഗനക്കൽ വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. ഇതാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 125 കിലോമീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. കർണാടക പിന്നിട്ട് തമിഴ്നാട്ടിലെ ഗ്രാമവഴികളും പിന്നിട്ട് വനമേഖലയിലൂടെയാണ് ഈ യാത്ര. ഇത് നോർത്ത് കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗമാണ്. ഈ വനമേഖലയിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ചില ചെക്ക് പോയിന്റുകളൊക്കെയുണ്ട്. കാവേരി നദിയുടെ ഭാഗമാണ് ഈ ഹൊഗനക്കൽ വാട്ടർഫാൾസ്. ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ കൊട്ടവഞ്ചിയിലുള്ള സവാരിയാണ്. 750 രൂപയാണ് കൊട്ടവഞ്ചിയുടെ നിരക്ക്. 4 ആൾക്ക് വരെ ഒരു കൊട്ടവഞ്ചിയിൽ സഞ്ചരിക്കാം. ഇതുകൂടാതെ ബോട്ട് തുഴയുന്ന ആൾക്ക് 1500 രൂപ വരെ ഫുൾ റൈഡ് പോകാൻ കൊടുക്കേണ്ടി വരും. ആദ്യം ഈ ബോട്ട് എടുത്തു പോകുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് വ്യൂ കാണാനാണ്. അതുകൂടാതെ വെള്ളച്ചാട്ടത്തിനടിയിലൂടെ കൊട്ടവഞ്ചിയിൽ സവാരി നടത്താം. അതാണ് ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ പോയത് സെപ്റ്റംബർ മാസത്തിലാണ്. നല്ല മഴയായത് കാരണം വെള്ളം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിനടിയിലൂടെയുള്ള കൊട്ടവഞ്ചി സവാരി നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമാണ്. ഇവിടെ നിന്നും കൊട്ടവഞ്ചിയിൽ വെള്ളച്ചാട്ടത്തിനടിയിലൂടെ കർണാടക ഭാഗത്തേക്ക് സഞ്ചരിക്കാം. അത് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സവാരിയാണ്. കണ്ടോ, ഇതാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. ഉഗനീർക്കൽ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ തമിഴ് നാമം. 1652 മുതൽ 1768 വരെയുള്ള കാലഘട്ടം ഈ പ്രദേശം മൈസൂർ രാജവംശത്തിന്റെ കീഴിലായിരുന്നു. ആ സമയത്താണ് ഇതിന് ഹൊഗനക്കൽ എന്ന കന്നഡ നാമം വരുന്നത്. സ്മോക്കി റോക്ക്, പുകപ്പാറ എന്നെല്ലാമാണ് ഹൊഗനക്കലിന്റെ അർത്ഥം. ശക്തമായി വെള്ളം പാറയിൽ പതിക്കുമ്പോൾ വെള്ളത്തുള്ളികൾ പുക പോലെ കാണും. അതാണ് ഈ പേര് വരാൻ കാരണം. കുടകിൽ നിന്നുദ്ഭവിച്ച് കർണാടകയിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്ന കാവേരി നദിയാണിത്. ഇത്തരത്തിൽ പൊരിച്ച മീനുകൾ വിൽക്കുന്ന നിരവധി കടകളും ഇവിടെ കാണാം. വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്.